നമസ്കാരം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് 24 ഇന്നിപ്പോൾ ഉള്ളത്. തൃശൂർ മണ്ഡലത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ LDF-നെയും UDF-നെയും ഇരു മുന്നണികളെയും മാറി മാറി തുണച്ചിട്ടുള്ള ചരിത്രമാണ് തൃശൂർ മണ്ഡലത്തിലുള്ളത്. ഇക്കുറി ത്രികോണ മത്സരമാണ് തൃശൂർ മണ്ഡലത്തിൽ നടക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത. ഇവിടെ NDA സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി കൂടി വന്നിരിക്കുന്നു, പ്രമുഖ നടൻ. അതോടെ പ്രചാരണ രംഗത്ത് നമുക്ക് കാണാൻ കഴിയുന്ന പ്രചാരണ രംഗത്ത് ദൃശ്യപരമായി വളരെ സജീവമായ സാന്നിധ്യം NDAയ്ക്കും ഇപ്പോൾ അറിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ സ്വാധീനിക്കുക എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഈ മണ്ഡലത്തിലെ ഇപ്പോഴത്തെ സിറ്റിംഗ് MP CN ജയദേവനാണ്. കഴിഞ്ഞ കുറി അദ്ദേഹം മികച്ച വിജയം ഈ മണ്ഡലത്തിൽ കാഴ്ചവെച്ചിരുന്നു. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് CPI-യിലെ രാജാജി മാത്യു തോമസ് ആണ്. ഈ മണ്ഡലത്തിന് സുപരിചിതനാണ് അദ്ദേഹം. അതുപോലെ തന്നെ UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് TN പ്രതാപനാണ്. കോൺഗ്രസിന്റെ മുതിർന്ന പ്രമുഖനായ നേതാവാണ് TN പ്രതാപൻ. ആ മട്ടിൽ TN പ്രതാപനും അങ്ങേയറ്റം ജനകീയനും ഈ മണ്ഡലത്തിൽ അറിയപ്പെടുന്നയാളുമാണ്. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് സ്ഥാനാർത്ഥികളും ഒരേപോലെ ജനകീയരായതുകൊണ്ട് പ്രവചനാതീതമായിരിക്കുന്നു ഈ തൃശൂർ മണ്ഡലത്തിലെ അവസ്ഥ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വേർഡിക്റ്റിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടുത്തെ പ്രമുഖ നേതാക്കളായ CPI നേതാവ് ശ്രീ P ബാലചന്ദ്രനാണ്. LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസിന് വേണ്ടി സംസാരിക്കാൻ എത്തിയിരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് ശ്രീ CS ശ്രീനിവാസനാണ്. UDF സ്ഥാനാർത്ഥി ശ്രീ TN പ്രതാപന് വേണ്ടി ഇവിടെ സംസാരിക്കാൻ എത്തിയിരിക്കുന്നത്. KK അനീഷ് കുമാർ BJP നേതാവാണ്. സുരേഷ് ഗോപിക്ക് വേണ്ടി NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വേണ്ടി ഇവിടെ സംസാരിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ P ബാലചന്ദ്രൻ. ആദ്യം താങ്കളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ സിറ്റിംഗ് MP ഇടതുമുന്നണിയുടെ MP ആണല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വെല്ലുവിളി നേരിടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? കാരണം ഒരു ത്രികോണ മത്സരത്തിന്റെ സ്വഭാവം ഈ മണ്ഡലം ഈ കുറി കാഴ്ചവെക്കുന്നു. ഇക്കുറി നിങ്ങൾ ചോദിച്ച രീതിയിലുള്ള ഒരു വെല്ലുവിളി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മണ്ഡലത്തിൽ നേരിടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ 7 പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ 7 സെഗ്മെൻറ്റുകളിലും 7 നിയോജക മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഇപ്പോൾ MLA-മാരായി പ്രതിനിധാനം ചെയ്യുന്നത്. നിയമസഭയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, വലിയ ഭൂരിപക്ഷത്തോടെയാണ് ഓരോരുത്തരും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. പരമ്പരാഗത UDF മണ്ഡലമായ തൃശ്ശൂരിൽ പോലും 7000-ത്തിലധികം ഭൂരിപക്ഷത്തോടെയാണ് നിലവിൽ കൃഷിവകുപ്പ് മന്ത്രിയായിട്ടുള്ള VS സുനിൽകുമാർ ഈ മണ്ഡലം LDF-ലേക്ക് തിരിച്ചുപിടിച്ചത്. അതുപോലെ തന്നെ പല നിയോജക മണ്ഡലങ്ങളും UDF ജയിച്ചിരുന്ന മണ്ഡലങ്ങളിൽ വൻ ഭൂരിപക്ഷത്തോടെയാണ് LDF വിജയക്കൊടി പാറിച്ചത്. മാത്രമല്ല, തൃശ്ശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ഉൾപ്പെടെ ജില്ലയിലെ പ്രധാനപ്പെട്ട എല്ലാ മുനിസിപ്പാലിറ്റികളുടെയും അധികാരം ഇപ്പോൾ LDF-ൻ്റെ പക്കലാണ്. 65-70% പഞ്ചായത്തുകളുടെ അധികാരം LDF-ൻ്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഈ തൃശ്ശൂർ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുമായി LDF-നുള്ള ഹൃദയബന്ധം അത് മുമ്പെന്നത്തേക്കാളും കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിനും പിന്നിട്ട നാളുകളിൽ അതിൻ്റെ പ്രവർത്തനം കൂടുതൽ ജനകീയമാക്കുന്നതിനും LDF-ന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാജാജി മാത്യു തോമസിൻ്റെ വിജയം അത് കൂടുതൽ സുനിശ്ചിതമാണ്. മാത്രമല്ല, കൂടുതൽ ഭൂരിപക്ഷവും ലഭിക്കും. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അപ്പുറത്ത് നിൽക്കുന്ന മുന്നണി പടയ്ക്ക് മുമ്പേ പാളിപ്പോയ ഒരു മുന്നണിയാണ് പ്രധാനപ്പെട്ട ഐക്യജനാധിപത്യ മുന്നണി. എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അവരുടെ കാൻഡിഡേറ്റ് ഫിക്സേഷൻ നടന്നത്. വളരെ വേഗത്തിൽ നിർവഹിക്കാവുന്ന സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും പരസ്പരമുള്ള വെല്ലുവിളികളും വാഗ്വാദങ്ങളും നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കണ്ടു. തീർച്ചയായും. പക്ഷേ പരമ്പരാഗതമായി അതിനെല്ലാം ശേഷം അല്ല, ഈ മണ്ഡലത്തിന് സുപരിചിതനായ ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞല്ലോ വളരെ പെട്ടെന്ന്. അതുകൊണ്ട് തന്നെ പ്രചാരണ രംഗത്ത് അവർക്ക് സജീവമാകാൻ മണ്ഡലത്തിൽ സുപരിചിതനായ സ്ഥാനാർത്ഥി തന്നെയാണ് LDF-ന്റെ സ്ഥാനാർത്ഥി രാജാജി. അദ്ദേഹം ഒരു ടേമിൽ ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു. അതിനു മുൻപ് അദ്ദേഹം ഒരു വിശ്വപൗരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധത്തിൽ ഹംഗറിയുടെ തലസ്ഥാനമായിട്ടുള്ള ബുഡാപെസ്റ്റിൽ ലോക യുവജന ഫെഡറേഷൻ്റെ ഉപാധ്യക്ഷ സ്ഥാനം നിർവഹിച്ചു. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ദക്ഷിണാഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ഐക്യരാഷ്ട്രസഭയെ പ്രതിനിധാനം ചെയ്ത് പങ്കെടുത്തു. മാത്രമല്ല, ഒരു നിരവധി അന്തർദേശീയ സെമിനാറുകളിൽ അതുപോലെ തന്നെയുള്ള വലിയ
ശ്രദ്ധ കേന്ദ്രീകരിക്കത്തക്ക വിധത്തിലുള്ള അങ്ങനെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇടതു മുന്നണിയും മണ്ഡലത്തിന് സുപരിചിതനാണ്. ഉള്ളൂർ MLA ആയിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ സുപരിചിതനായ ഒരു സ്ഥാനാർത്ഥിയാണ്. ഒപ്പം ഈ ട്രാക്ക് റെക്കോർഡും ഉണ്ട്. മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയിരിക്കുന്ന ഇടതുമുന്നണിയുടെ വിജയം ഇവിടുത്തെ സിറ്റിംഗ് MP ഇടതുമുന്നണിയുടേതാണ് എന്നതടക്കമുള്ള സാധ്യതയുമുണ്ട്. ശ്രീനിവാസൻ, ഇതൊക്കെ ആണ് ഇടതുമുന്നണിക്ക് പറയാനുള്ളത്. ഈ മണ്ഡലത്തിലെ സാധ്യതകളെ കുറിച്ച് മാത്രമാണ് കേട്ടോ. ലളിതമായി സ്ഥാനാർത്ഥികളെ മുൻനിർത്തി മാത്രം നമുക്ക് തുടങ്ങാം. അതുകൊണ്ടാണ്. അതേസമയം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം വൈകി എന്നത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ആ സ്ഥാനാർത്ഥി നിർണയം വൈകിയതടക്കമുള്ള വിഷയങ്ങൾ ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായി ഈ മണ്ഡലത്തിൽ ബാധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് പ്രതീക്ഷ? ഒരു തരത്തിലും ഐക്യ ജനാധിപത്യ മുന്നണിയെ അത് ബാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും TN പ്രതാപൻ പരാജയപ്പെടുത്തിയത് നിർഭാഗ്യവശാൽ CPIയുടെ സ്ഥാനാർത്ഥികളെ തന്നെയാണ്. കൃഷ്ണൻ കണിയാമ്പറമ്പിൽ മന്ത്രിയായിരിക്കുമ്പോഴാണ് അദ്ദേഹം ആദ്യമായി വിജയിക്കുന്നത്. ഫാത്തിമ അബ്ദുൽ ഖാദർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോൾ 2ാം വട്ടവും 3ാം വട്ടം അദ്ദേഹം ഇടതുപക്ഷം ജയിച്ച കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തെ തിരിച്ചുപിടിക്കാൻ അദ്ദേഹത്തെ നിയോഗിച്ചപ്പോൾ കൊടുങ്ങല്ലൂരിൽ ഇടതുപക്ഷത്തിൻ്റെ കോട്ട എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് അത് ഇടതുപക്ഷം ജയിച്ച സീറ്റിൽ അത് തിരിച്ചുപിടിച്ച് ശിവാനന്ദൻ എന്ന് പറയുന്ന 3ാമത്തെ CPI സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി. ഇപ്പോൾ 4ാമത്തെ സ്ഥാനാർത്ഥിയായ രാജാജി മാത്യുവിനെ CPIയുടെ 4ാമത്തെ സ്ഥാനാർത്ഥിയെ TN പ്രതാപൻ പരാജയപ്പെടുത്തും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കുമില്ല. അതിൽ കാരണം എന്താണെന്ന് വെച്ചാൽ TN പ്രതാപൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ മികവാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയ ശക്തി. കാരണം അദ്ദേഹം ഏറ്റെടുത്ത പ്രവൃത്തികൾ അത് വൃത്തിയായും കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, മികവ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ കഴിവ് കുറവിനെക്കുറിച്ചോ മറ്റ് സ്ഥാനാർത്ഥിയുടെ മികവിനെക്കുറിച്ചല്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി കോൺഗ്രസ് പ്രവർത്തകർക്ക് സ്ഥാനാർത്ഥി നന്നായതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനം അത്ര ഗൗരവമല്ലെങ്കിൽ പോലും ഒരു 20% പ്രവർത്തിച്ചാൽ പോലും കോൺഗ്രസിന് ഇത്തവണ ജയിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ ലഭിച്ചു എന്നുള്ളതാണ് ഐക്യ ജനാധിപത്യയുടെ ഏറ്റവും വലിയ നേട്ടം. തീർച്ചയായും. ശ്രീ അനീഷ്, ഈ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ NDAക്കും ഈ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് തന്നെ ഒട്ടേറെ ആലോചനകൾക്ക് ശേഷമാണ്, ഒട്ടേറെ അനിശ്ചിതാവസ്ഥയ്ക്ക് ശേഷമാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പോസ്റ്ററുകളെല്ലാം നിരന്നതിന് ശേഷമാണ് സാഹചര്യങ്ങൾ മൊത്തത്തിൽ മാറി മറിയുന്നത്. രാഹുൽ ഗാന്ധി വരുന്നത്, അതിനുശേഷം സുരേഷ് ഗോപി ഇവിടെ സ്ഥാനാർത്ഥിയായി എത്തുന്നു. അപ്പോൾ പ്രചാരണ രംഗത്ത് ഇവർ രണ്ടുപേരും മുന്നേറിയ ഒപ്പമെത്താൻ സ്വാഭാവികമായും, കാരണം സ്ഥാനാർത്ഥി നിർണയത്തിൽ കുറച്ച് വൈകിയതുകൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല, അതിനെ മറികടക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ, അതോ ഇപ്പോഴും നിങ്ങൾ അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുകയാണോ? നമ്മുടെ സ്ഥാനാർത്ഥി നിർണയം സ്വല്പം വൈകി എന്നുള്ള വസ്തുതയാണ്. പക്ഷേ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയെ പ്രഖ്യാപിച്ച ആ നിമിഷം പ്രചരണ രംഗത്ത് BJP 1ാം സ്ഥാനത്തെത്തി എന്നുള്ളതാണ് വസ്തുത. കാരണം മറ്റ് സ്ഥാനാർത്ഥികളെ പോലെയല്ല, ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആർക്കും തന്നെ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട വ്യക്തിയല്ല സുരേഷ് ഗോപി. ഞങ്ങളുടെ ഏറ്റവും വലിയ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന് പറയുന്നതും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ്. ഈ നിൽക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഏറ്റവും സുപരിചിതനായിട്ടുള്ള, ജനങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യനായിട്ടുള്ള സ്ഥാനാർത്ഥി മിസ്റ്റർ സുരേഷ് ഗോപി. തുഷാർ വെള്ളാപ്പള്ളി ആയിരുന്നോ സുരേഷ് ഗോപിയാണോ മികച്ച സ്ഥാനാർത്ഥി തൃശ്ശൂർ മണ്ഡലത്തിൽ? അത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ സാധ്യമല്ല. എന്നാൽ സുരേഷ് ഗോപി ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച്. അല്ല, ഞാനത് ചോദിക്കാൻ കാരണം തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞ് ഇവിടെ മുഴുവൻ നിങ്ങൾ പ്രചാരണത്തിലേക്ക് കടന്നതുമാണ്. അതിനുശേഷമാണ് സുരേഷ് ഗോപി വരുന്നത്. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ ഉണർവ് ഇവിടെ ഉണ്ടായതെന്ന് താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. അല്ല, അത് BDJSന് അനുവദിച്ച സീറ്റായിരുന്നു തൃശ്ശൂരും വയനാടും. സ്വാഭാവികമായി വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്ന സമയത്ത് ആ പാർട്ടിയുടെ തീരുമാനമാണ് തുഷാർ വയനാട്ടിൽ മത്സരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. സ്വാഭാവികമായി അദ്ദേഹം വയനാട്ടിലേക്ക് മാറിയ സമയത്താണ് സുരേഷ് ഗോപി ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. കാരണം എന്താണെങ്കിൽ അദ്ദേഹം വെള്ളിത്തിരയിൽ മാത്രമല്ല നായകൻ, അദ്ദേഹം സിനിമയിൽ സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ അദ്ദേഹം ജീവിതത്തിൽ മെഗാ സ്റ്റാറാണ്. എവിടെയൊക്കെ ജനങ്ങൾ ദുഃഖവും ദുരിതവും അനുഭവിക്കുന്നു അവിടെയെല്ലാം സാന്ത്വന സ്പർശവുമായിട്ട് ഓടിയെത്തുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി. നമ്മൾ ഒരു ഉപനിഷത്ത് വാക്യം പറയാറുണ്ട്, ശതഹസ്തേന സമാഹാര സഹസ്രഹസ്തേന ഭീകര. 100 കൈകൾ കൊണ്ട് സമാഹരിച്ചാൽ 1000 കൈകൾ കൊണ്ട് ദാനം ചെയ്യണം. ഇത് ജീവിതത്തിൽ ആരും പ്രാവർത്തികമാക്കാറില്ല. പക്ഷേ നമ്മുടെ സ്ഥാനാർത്ഥി
100 കൈകൾ കൊണ്ട് സമാഹരിച്ചാൽ 1000 കൈകൾ കൊണ്ട് ദാനം ചെയ്യുന്ന സ്ഥാനാർത്ഥിയാണ്. ഇത് തന്നെയാണ് ഈ മണ്ഡലത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇടമുറിയാതെ പറയാൻ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സംസാരിക്കുന്ന എല്ലാവർക്കും കഴിയുന്നു. 3 മുന്നണിയുടെയും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയുന്നു എന്നതാണ്. മികച്ച 3 സ്ഥാനാർത്ഥികളാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത മത്സരമാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ ഇപ്പോൾ നടക്കുന്നത്. ശ്രീ ബാലചന്ദ്രൻ, ഇതിൽ ഇനിയിപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലേക്ക് നമുക്ക് വരാം. തൃശ്ശൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് പരമപ്രധാനമായ വിഷയം? ഇതുവരെ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് വന്ന വാർത്തകളിൽ ഒന്നുപോലും ഈ തൃശ്ശൂർ മണ്ഡലത്തിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതല്ല. ഇതുവരെ വന്ന വിഷയങ്ങളെല്ലാം അതായത് മാധ്യമങ്ങളിൽ വന്ന വാർത്തകളും നിറഞ്ഞു നിന്ന വിവാദങ്ങളുമൊക്കെ മറ്റു വിഷയങ്ങളുമായി ചേർന്ന് അതിപ്പോൾ ശബരിമല അടക്കമുള്ള വിഷയങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടൊക്കെയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണോ ഈ 3 സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? മാധ്യമ അജണ്ട ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു ഘട്ടമാണ് തെരഞ്ഞെടുപ്പ് ഘട്ടം. ഞാൻ ഇവിടെ നടക്കുന്ന ടോക്ക് ഷോകൾ മുഴുവൻ ശ്രദ്ധിച്ചു. അതിൽ നിങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം വികസനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 20 പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലും ജയിച്ചിട്ടുള്ള MP-മാർക്ക് കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള 6 കോടി രൂപ എല്ലാവർക്കും തുല്യമായി ലഭിക്കുന്നുവെന്നതും അവർ വിഭാവനം ചെയ്യുന്ന പദ്ധതികൾക്ക് അത് വിനിയോഗിക്കപ്പെടുന്നു എന്നുള്ളതും പരമാർത്ഥമാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് MP-മാരുണ്ടായിട്ടുണ്ട്. ആ MP-മാരുടെ എല്ലാം പ്രവർത്തനങ്ങൾ വികസനവുമായി ബന്ധപ്പെട്ട് ചികഞ്ഞ് പരിശോധിച്ചാൽ ഈ കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്തതായി എല്ലാവരുടെയും പ്രവർത്തന പാരമ്പര്യത്തിൽ കാണാൻ സാധിക്കും. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശത്തിൻ്റെ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെ ഒരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുമ്പോൾ പാർലമെൻറ്റ് രൂപീകരിക്കപ്പെടുന്നത് പ്രധാനമായും ഭരണഘടന കാലോചിതമാക്കുന്നതിനും ഇന്ത്യക്കനുസരിച്ച സന്ദർഭോചിതമായ കാലഘട്ടത്തിന് അനുയോജിച്ച നിയമങ്ങൾ കൊണ്ടുവരുന്നതിനുമാണ്. അത്തരത്തിൽ ഉള്ള 2 കാര്യങ്ങളും നിർവഹിക്കുന്നതോടൊപ്പം പ്രാദേശികമായ വികസനത്തിന് വേണ്ടി കഴിഞ്ഞ ഏതാനും ദശകങ്ങൾക്ക് 2 വ്യാഴവട്ടങ്ങൾക്ക് മുമ്പ് മാത്രമാണ് MP-മാർക്ക് ഫണ്ട് അനുവദിക്കുന്നത്. ബാക്കി ബഡ്ജറ്റ് അലോക്കേഷൻ മുഴുവൻ വന്നിരുന്നത് ബഡ്ജറ്റ് അവതരിക്കുന്നതും അതിൽ സ്വാധീനമുള്ളതുമായ MP-മാരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ്. ഉദാത്തമായ ജനാധിപത്യത്തിന്റെ വളർച്ച എന്നത് തീർച്ചയായും ആവശ്യം തന്നെയാണ്. പക്ഷേ ഈ സങ്കല്പത്തിന് മാറ്റം വന്നിട്ടുണ്ടല്ലോ. വികസനം എന്നത് പ്രാദേശിക വികസനത്തെ ചിന്തിക്കണം എന്നതുകൊണ്ടാണ് ഈ ഫണ്ട് അനുവദിക്കുന്നത്. വികസനം എന്ന സങ്കല്പം 2 താല്പര്യങ്ങളെ പ്രതിദാനം ചെയ്യുന്നുണ്ട്. ഒന്ന് ജനതാല്പര്യത്തെയും മറ്റൊന്ന് കോർപ്പറേറ്റ് താല്പര്യത്തെയും. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ മാധ്യമ താല്പര്യം ആരെ പ്രതിദാനം ചെയ്യുന്ന താല്പര്യമാണ്? ഞാൻ പറയുന്നു ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. ഈ കേരളത്തിലെമ്പാടും ഇടതുമുന്നണിയുടെ ഫ്ലെക്സ് ബോർഡുകളുണ്ട്. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും വലിയ കട്ടൗട്ടുകളുണ്ട്. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒരൊറ്റ മുദ്രാവാക്യമാണ് അതിൽ പ്രധാനമായും വലിയ വലിപ്പത്തിൽ കൊടുത്തിരിക്കുന്നത്. വികസനം, വികസനം, വികസനം വാഴും. അതാണ് വികസനം വാഴും. അത് ഈ പറഞ്ഞ വിഷയം, ഈ പറഞ്ഞ ഈ മാനദണ്ഡം അപ്പോൾ ഈ നിയമസഭയ്ക്ക് ബാധകമല്ലേ? അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിക്കും ബാധകമല്ലേ? നിങ്ങൾ പ്രധാനമായും ഊന്നുന്നത് ഈ 20 ടോക്ക് ഷോയും വ്യത്യസ്ത മാധ്യമങ്ങളുടെ ഞാൻ ശ്രദ്ധിച്ച ആളാണ്. എല്ലാവരും ഊന്നുന്നത് വികസനം. ജയിച്ച MP അപ്രത്യക്ഷനാണെന്നും അയാൾ പ്രവർത്തിച്ചില്ല. ഞാൻ ശ്രദ്ധിച്ച എല്ലാ ടോക്ക് ഷോയിലും വിജയിച്ച MP മണ്ഡലത്തിലില്ല എന്ന് വാദിക്കുന്ന പ്രതിപക്ഷം, പ്രതിപക്ഷത്തിൻ്റെ MP ആണെങ്കിൽ അയാൾ മണ്ഡലത്തില്ല എന്ന് വാദിക്കുന്ന മറുപക്ഷം. ഇങ്ങനെ MP-മാരുടെ പ്രവർത്തനത്തെ നിരാകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന 20 ടോക്ക് ഷോകൾ ഇതിനകം നടന്നു കഴിഞ്ഞു വ്യത്യസ്ത മാധ്യമങ്ങൾ. പാർലമെന്റിലെ പ്രകടനത്തെ തീർച്ചയായും നമ്മൾ വിലയിരുത്തണം. പാർലമെന്റിലെ പ്രകടനവും നിങ്ങൾ ഇത്തരുണത്തിൽ കൊണ്ടുവരുന്ന അജണ്ടയും തമ്മിൽ വ്യത്യാസം. ഇവിടെ ഒരു അജണ്ട താങ്കളാണ് വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ചർച്ചയിലേക്ക് കടന്നിട്ട് പോലുമില്ല. ശ്രീനിവാസൻ, എങ്ങനെയാണ് ഈ പറഞ്ഞ ഈ മണ്ഡലത്തിൻ്റെതായ പ്രശ്നങ്ങളെ കുറിച്ച് കൂടി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ വേണം തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ? ഈ മണ്ഡലത്തിന്റെ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്നുണ്ടോ? ഈ ഓരോ MP-ക്കും ലഭിക്കുന്ന 5 കോടിയുടെ പദ്ധതിയെക്കുറിച്ചല്ല, ഇപ്പം 6 കോടിയാണ്. പൊതുജന മനസ്സിൽ കഴിഞ്ഞ തവണ ജയിച്ച MP തൃശ്ശൂർ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ നിറഞ്ഞു നിന്നുവെന്നോ
പെർഫോമൻസിൽ അദ്ദേഹം ഒരു പരാജയമാണ് എന്ന് പൊതുജന മനസ്സ് ഇപ്പോൾ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇനി അത് മനസ്സിലാക്കണമെങ്കിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു MP തൃശ്ശൂരിൽ വരുമ്പോഴാണ് ഈ MP-യുടെ പ്രാധാന്യവും കഴിഞ്ഞ തവണത്തെ MP-യുടെ പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വളരെ പരാജയമായിരുന്നു. ഇനി ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഒരിക്കൽ ജനപ്രതിനിധിയായി തൃശ്ശൂരിലെ ജനങ്ങൾ ഒല്ലൂരിൽ കണ്ടതാണ്. അവിടെയും അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് വളരെ പരാജയമാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയുണ്ടായി. ഇപ്പോൾ അദ്ദേഹം വീണ്ടും മത്സരിക്കുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾ, തൃശ്ശൂരിലെ ജനങ്ങൾ, ഇത് സാംസ്കാരിക തലസ്ഥാനത്ത് ആളുകൾ വായിക്കുകയും പഠിക്കുകയും ചർച്ച ചെയ്യുന്ന ആളുകൾ ഇത് മനസ്സിലാക്കുന്നവരാണ്. അതുകൊണ്ട് തീർച്ചയായും ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിൽ BJP എന്ന് പറയുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിണറായി വിജയൻ്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെയും ജനങ്ങൾ രണ്ടും കൽപ്പിച്ച് വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുക. കാരണം വോട്ട് നിരോധനത്തിലൂടെ ജനങ്ങൾ പാപ്പരായി. ജനങ്ങളുടെ മനസ്സിൽ തങ്ങളുടെ സ്വത്ത്, തങ്ങളുടെ ജീവൻ ഇതെല്ലാം സംരക്ഷിക്കാൻ കഴിയാതെ നിരാലംബരായ ഒരു ജനത പാർലമെൻറ്റിലേക്ക് ഈ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിനെ മാറ്റി ഒരു പുതിയ ഗവൺമെൻറ് ഉണ്ടാകാൻ, ഇവിടെ നരേന്ദ്രമോദിയും അദ്ദേഹം വിഭാവനം ചെയ്യുന്ന ഫാസിസ്റ്റ് ശക്തികളും ഒരു ഭാഗത്തും ബാക്കി എല്ലാവരും ഒളിഞ്ഞും തെളിഞ്ഞും, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക കക്ഷികളെ പരിശോധിച്ചാലും ഒളിഞ്ഞും തെളിഞ്ഞും നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിക്കണം. ആ ആരോപണം CPIക്കും CPM-നുമെതിരെ കഴിയില്ലല്ലോ. അല്ല, ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ CPIയും CPM ഒക്കെ ഈ ധാരയിൽ നിൽക്കുന്നവരാണ്. അത് തന്നെയാണ്, യാതൊരു സംശയമില്ല. കാരണം ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിശക്തമായതുകൊണ്ട് ഞങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തമ്മിലാണ് മത്സരം. ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ആളുകളോട് ചോദിച്ചാൽ അവരെന്താ പറയുക, BJP എത്ര വോട്ട് പിടിക്കും അതനുസരിച്ചാണ് ഞങ്ങളുടെ ജയം. അല്ലാതെ ഇടതുപക്ഷത്തിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങൾ ജയിക്കുമെന്നല്ല. നിങ്ങളുടെ വോട്ട് BJP പിടിച്ചാൽ ഞങ്ങൾ ജയിക്കും. BJP വോട്ട് അധികം പിടിച്ചില്ലെങ്കിൽ ഞങ്ങൾ ജയിക്കും എന്നുകൂടിയാണല്ലോ നിങ്ങളും പറയുന്നത്. അല്ല, ഞങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് കാര്യങ്ങളെ ആലോചിച്ച് തീരുമാനിക്കുന്നത്. സുരേഷ് ഗോപിയെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് പോലും ഞങ്ങൾ കണക്കാക്കുന്നില്ല. അദ്ദേഹം വെറും ഒരു നടൻ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ ഇഷ്ടമുള്ള ആളുകൾ സിനിമ കാണും. ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് സുരേഷ് ഗോപിയെ കാണാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഇന്നലകൾ പരിശോധിച്ചാൽ അദ്ദേഹം K. കരുണാകരൻ്റെ ഇലയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് കരുണാകരൻ എൻ്റെ അച്ഛനാണ്, അതുപോലെ VS അച്യുതാനന്ദൻ്റെ കൂടെ ഇരുന്ന് അച്യുതാനന്ദൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് എന്ന് 6 മാസം കൂടുമ്പോൾ തൻ്റെ തീരുമാനങ്ങൾ മാറ്റുന്ന ഒരാളെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി നമുക്ക് കാണാൻ കഴിയില്ല. ഇന്ന് അദ്ദേഹം പറയുന്നു എൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആ നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിയായി BJPയുടെ ആളുകൾക്കൊന്നും അതിലൊരു പങ്കില്ല. അദ്ദേഹത്തിന് വേണ്ടി വെയിൽ കൊള്ളുന്നവർക്കും പങ്കില്ല. നരേന്ദ്രമോദിക്ക് മാത്രമാണ് പങ്ക് എന്ന് അവകാശപ്പെടുന്ന ഒരാളെ ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥിയായി കാണാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹം ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം നടനായതുകൊണ്ട് അദ്ദേഹത്തിന് ആളുകൾക്ക് അറിയാം. പക്ഷേ ഇതൊന്നും വോട്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതൊരു പോയിന്റാണ്, താങ്കൾക്ക് മറുപടി പറയേണ്ട ഒരു വിഷയമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ BJP ചർച്ച ചെയ്തതായി ഇതുവരെ കണ്ടത് ഇതിപ്പോൾ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ശബരിമല, അതായത് ഇവിടുത്തെ സ്ഥാനാർത്ഥിക്കെതിരെ തന്നെ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ചെന്ന് കഴിഞ്ഞു. അപ്പോൾ ആ മട്ടിൽ അതായത് ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയമാണോ എന്ന് സംശയിക്കുന്ന വിഷയങ്ങളിലേക്കാണ് പ്രധാനമായും BJP ഊന്നുന്നത് എന്ന ആരോപണമുണ്ട്. അതിനുള്ള മറുപടി. അല്ല, ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സ്ഥാനാർത്ഥിയായി വന്ന നാൾ മുതൽ ഈ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനമാണ് ഒരു നാട്ടിൽ ഒരു MP ചെയ്യേണ്ട കാര്യങ്ങൾ. ഇവിടെ കുടിവെള്ള പ്രശ്നം, അദ്ദേഹം കുടിവെള്ള പ്രശ്നം ഉയർത്തുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു, ഈ തൃശ്ശൂർ ജില്ലയിൽ നിരവധി നദികളുണ്ട്, ഡാമുകളുണ്ട്. ആ ജലം ഉപയോഗിച്ചുകൊണ്ട് ശാശ്വതമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം ഇവിടെ പരിഹരിക്കും എന്ന് അദ്ദേഹം വാഗ്ദാനം നൽകുന്നു. ഇതുപോലെ മാലിന്യ പ്രശ്നം, തൃശ്ശൂർ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മാലിന്യ പ്രശ്നം. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റുകൾ അത് തൃശ്ശൂരിൽ കൊണ്ടുവരും. ഈ പ്രശ്നം അദ്ദേഹം ഉന്നയിക്കുന്നു. ഇതുപോലെ തന്നെ കൊച്ചിൻ മെട്രോ, ആ കൊച്ചിൻ മെട്രോ തൃശ്ശൂരിലേക്ക് നീട്ടും. ഇതെല്ലാം ജനകീയ വിഷയങ്ങളാണ്. ഈ വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിക്കുന്നത്. സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രളയവും ശബരിമലയും തെരഞ്ഞെടുപ്പ് വിഷയങ്ങളാണ്, ചർച്ച ചെയ്യും. 4 മാസക്കാലത്തോളം കേരളത്തിലെ ജനങ്ങളെ ഇത്രമാത്രം സ്പർശിച്ച ഒരു വിഷയം കേരള ചരിത്രത്തിലുണ്ടായിട്ടില്ല. സ്വാഭാവികമായി ആ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ BJP ചർച്ചയാക്കും, ചർച്ച ചെയ്യും. അതിൻ്റെ ഗുണവും ദോഷവും ജനങ്ങൾ തീരുമാനിക്കട്ടെ. എന്തിനു ഭയപ്പെടുന്നു?
സ്വാഭാവികമായി ഒരു ജനാധിപത്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടല്ലോ. പക്ഷെ മറുപടി പറയേണ്ട കുറേയേറെ വിഷയങ്ങളുണ്ട്. നമ്മൾ അതിലേക്കാണ് പോകേണ്ടത്. കാരണം ഈ ഇന്ത്യയിലെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, ഈ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കള്ളപ്പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളിലേക്ക് ചർച്ചകൾ എത്താതിരിക്കാനാണോ BJP ഈ ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ വല്ലാതെ ഊന്നുന്നത്? അല്ല, ഞാൻ അദ്ദേഹം നേരത്തെ പറഞ്ഞൊരു ചോദ്യത്തിന് ഞാൻ മറുപടി ആഡ് ചെയ്ത് പറയുകയാണ്. ഇപ്പോൾ ഇദ്ദേഹം TN പ്രതാപിന് വേണ്ടിയിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഞാൻ ഒരു കാര്യം ക്ഷണിക്കുകയാണ്. പത്രമാധ്യമങ്ങളോട് കൃത്യമായി ശ്രീ TN പ്രതാപൻ പറഞ്ഞു, തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് അദ്ദേഹവും സുരേഷ് ഗോപിയും തമ്മിലാണ് തൃശ്ശൂരിൽ മത്സരം നടക്കുന്നത്. ഇത് പറഞ്ഞത് നിങ്ങളുടെ സ്ഥാനാർത്ഥിയാണ്. പിന്നെ സ്വാഭാവികമായി TN പ്രതാപൻ പറഞ്ഞതാണ്. ആ വിശ്വാസത്തിൽ തന്നെയാണ് താങ്കളും നിൽക്കുന്നത്. അല്ല, സുരേഷ് ഗോപി പിടിക്കുന്ന വോട്ട് UDF-നെ ബാധിക്കും എന്നുള്ളത് അങ്ങനെയല്ല. മത്സരം നടക്കുന്നത് UDF-ഉം NDA-യും തമ്മിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തൽ അങ്ങനെയാണെങ്കിൽ പോലും, അങ്ങനെയാണെങ്കിൽ അത് ശരിയായ ഒരു രാഷ്ട്രീയ നിരീക്ഷണമാണ്. ഒരു രാഷ്ട്രീയ നിരീക്ഷണം നടത്തുമ്പോൾ പൊതുവായി നമുക്ക് നോക്കുമ്പോൾ ഇടതുപക്ഷവും UDF-ഉം തമ്മിലാണ് മത്സരം, യാതൊരു സംശയവുമില്ല. കാരണം സുരേഷ് ഗോപിയെ ഒരു രാഷ്ട്രീയക്കാരനായി അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനായി ആരാണ് കാണുന്നത്? പ്രേം നസീറിനെ മത്സരിപ്പിച്ച പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി. അദ്ദേഹം വന്നിറങ്ങിയപ്പോൾ പ്രേം നസീറിനെ മത്സരിപ്പിച്ച പാർട്ടിയാണ് നസീറിനെ മത്സരിപ്പിച്ച പാർട്ടിയൊക്കെ ആയിരിക്കാം. പക്ഷെ പ്രേം നസീർ അല്ല സുരേഷ് ഗോപി. കാരണം പ്രേം നസീർ 6 മാസം കൂടുമ്പോൾ അച്യുതാനന്ദൻ്റെ അടുത്തേക്കോ അതല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ കെ കരുണാകരൻ്റെ അടുത്തേക്ക് പോയ ആളല്ല. അദ്ദേഹം എല്ലാ കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അടിയുറച്ചു നിൽക്കുകയും അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. കെ കരുണാകരന് വേണ്ടി മാളയിൽ അദ്ദേഹം പ്രവർത്തിക്കാൻ വന്ന ആളാണ്. രാഷ്ട്രീയ നേതാക്കൾക്കും ഈ തുടർച്ചയായി അഭിപ്രായം മാറുന്ന പ്രശ്നമില്ലേ? എത്ര കോൺഗ്രസ്സുകാർ BJP നേതാക്കളായിട്ടുണ്ട്? നമ്മൾ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ചരിത്രമാണ് പരിശോധിക്കുന്നത്. സുരേഷ് ഗോപിയുടെ ഇന്നലകളിലെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനത് വിലയിരുത്തുന്നത്. പക്ഷേ ഇവിടുത്തെ ഈ വിഷയത്തിൽ പ്രധാനമായും തൃശ്ശൂരിൽ ചർച്ച ചെയ്യുന്ന വിഷയം UPI ഗവൺമെൻറ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് ഉണ്ടാകാൻ തങ്ങളുടെ ഒരു കയ്യൊപ്പ് വേണം. അതിന് TN പ്രതാപൻ ജയിക്കണം. കാരണം ഇന്നലകളിൽ TN പ്രതാപനെ പരിശോധിക്കുമ്പോൾ ഏഷ്യയിൽ പൊതുജന പങ്കാളിത്തത്തോടെ തൃപ്രയാറിലെ ഇൻഡോർ സ്റ്റേഡിയം, അതുപോലെ കൊടുങ്ങല്ലൂരിൽ KKTM ഗവൺമെൻറ് കോളേജിലെ 5000 ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന കമ്മ്യൂണിറ്റി ഹാള്, അങ്ങനെ തുടങ്ങിയ ആയിരക്കണക്കിന് പ്രവർത്തനങ്ങൾ തൻ്റെ പ്രവൃത്തിയിലൂടെ ചെയ്തു കാണിച്ച ഒരു നേതാവാണ്. ഇതെല്ലാം ഉള്ളപ്പോഴും ഈ ആശങ്ക നിലനിൽക്കുകയാണ്. BJP അധികം വോട്ട് പിടിച്ചാൽ പരാജയം മണക്കുമോ? ഇത് സാംസ്കാരിക തലസ്ഥാനമായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ശങ്കരാചാര്യ 4 മഠങ്ങൾ തൃശ്ശൂരിൽ സ്ഥാപിച്ചതുകൊണ്ടാണ് തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനമായത്. അല്ലാതെ സംഗീത അക്കാദമിയും നാടക അക്കാദമിയും ഒന്നും വന്നതുകൊണ്ടല്ല. ഈ 4 മഠങ്ങൾ തൃശ്ശൂരിൽ സ്ഥാപിച്ചതുകൊണ്ട് ആത്മീയപരമായി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് വെളിച്ചം നൽകാൻ കഴിയുന്ന ഒരു സന്ദേശം ശങ്കരാചാര്യർ ഇവിടെ 4 മഠങ്ങൾ സ്ഥാപിച്ച ആ തൃശ്ശൂരിലെ ജനത പൊട്ടന്മാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. TN പ്രതാപൻ്റെ വിജയം സുനിശ്ചിതമാക്കുമ്പോഴാണ് അത് സംഭവിക്കുക എന്ന് തൃശ്ശൂർ ജനതയ്ക്ക് അറിയാം. അതായത് സ്ഥാനാർത്ഥികളുടെ മികവിൽ മാത്രം നമ്മുടെ ചർച്ച ഒതുങ്ങി നിന്നുകൂടാ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ പ്രശ്നങ്ങൾ, മറ്റ് പല പ്രശ്നങ്ങളുമുണ്ട്. രാഷ്ട്രീയം ചർച്ച ചെയ്യണം. ഈ രാജ്യത്തെ രാഷ്ട്രീയം ചർച്ച ചെയ്യണം, നിലനിൽക്കുന്ന രാഷ്ട്രീയം ചർച്ച ചെയ്യണം, ഇവിടുത്തെ പ്രതിസന്ധികൾ ചർച്ച ചെയ്യണം, മറ്റ് ജീവൽ പ്രശ്നങ്ങളിലേക്ക് നമ്മളുടെ ചർച്ചകൾ കൊണ്ടുവരണം. തീർച്ചയായും അതിലേക്ക് നമ്മുടെ ചർച്ചകൾ എത്തും എന്ന് കരുതാം. മറ്റ് ഈ പ്രേക്ഷകരിലേക്ക് കൂടി പോവുകയാണ്, അതിനുശേഷം നിങ്ങളിലേക്ക് വരാം. എനിക്ക് കോൺഗ്രസ് പ്രതിനിധി ശ്രീനിവാസനോട് ചോദിക്കാനുള്ളത്, കാരണം അദ്ദേഹം ഇവിടെ പറഞ്ഞു മോദി സർക്കാരിൻ്റെ 5 വർഷ ഭരണകാലം ജനങ്ങൾ വളരെയധികം ദുരിതമനുഭവിച്ചു. GST അതുപോലെ തന്നെ നോട്ട് നിരോധനം ഇതൊക്കെ കൊണ്ടുവന്ന് അദ്ദേഹം ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചെന്ന് പറഞ്ഞു. ഇത്രയൊക്കെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാവം ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ ഇവർ കണ്ടുവച്ച ഈ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് ഓടി ഒളിച്ചു വരേണ്ട എന്തെങ്കിലും സാഹചര്യം ഇവിടെ ഉണ്ടോ? അദ്ദേഹത്തിന് അമേത്തിൽ തന്നെ മത്സരിച്ചാൽ മതിയില്ലേ? കാരണം മോഡി കള്ളനാണെങ്കിലും ഓടി ഒളിച്ചതാണെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മോദി 2 ഇടത്ത് മത്സരിച്ചതല്ലേ? അത് തീർച്ചയായിട്ടും ശരിയാ. പക്ഷെ ഒരു സമുദായം ഒരു സമുദായത്തിന്റെ വോട്ട് മാത്രം കണ്ടുകൊണ്ട് ഈ ഒരു കൊച്ചു കേരളത്തിൽ വന്ന് അദ്ദേഹം ഈ മത്സരിക്കുക എന്ന് പറയുന്നത് സമുദായങ്ങളെ വോട്ട് ബാങ്ക് ആക്കുന്നില്ല BJP എന്നാണോ? ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ പിന്നെ അങ്ങനെ ആ ആരോപണത്തിൽ അത്തരത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇവിടെ പ്രധാനമന്ത്രി ആയാലും ഒരു പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായാലും അവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു സാമുദായിക സംഘടനയുടെ വോട്ട് മേടിച്ചുകൊണ്ട് ഇവിടെ ജയിക്കാൻ വന്ന ഒരു സാഹചര്യം എന്തായാലും കോൺഗ്രസ്സുകാർ ഒന്ന് ബോധ്യപ്പെടുത്തും. പക്ഷേ പറയാനുള്ളത്, ഇവർ ആദ്യം തന്നെ പ്രചരിപ്പിക്കുന്നത് തെറ്റാണ്. വയനാടിൽ 52% ഹിന്ദുക്കളാണ്. 52% പോപ്പുലേഷന്റെ 52% ഹിന്ദുക്കളാണ്. അവിടെ മുസ്ലിം ലീഗിന് ശക്തിയുണ്ട്. ആ മുസ്ലിം ലീഗിന് ശക്തി ഉണ്ടെങ്കിൽ പോലും ഇവര്
ആ മുസ്ലിം ലീഗിൻ്റെ കൊടി കാണുമ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ശരിയാണോ? ഒരിക്കലും അല്ല. വിഭജനം നടക്കുമ്പോൾ ഇന്ത്യൻ മണ്ണിൽ മരിച്ചു വീഴണം, എനിക്ക് ഈ ഒരു പിടി മണ്ണ് വെച്ച് ഞാൻ ഈ മണ്ണിൽ മരിച്ചു വീഴണമെന്ന് ആഗ്രഹിച്ച മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പാകിസ്ഥാനിലേക്ക് ഓടിക്കാൻ ഇവർക്ക് ആരാണ് ലൈസൻസ് നൽകിയത്? ശരി അനീഷ്, അതിന് മറുപടി പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ അതിനകത്തൊരു വലിയ പ്രശ്നമുണ്ട്. ഒറ്റപ്പെട്ട ഒന്ന് രണ്ട് ആളുകൾ അത് പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ വയനാട് പാകിസ്ഥാനാണോ എന്ന് തോന്നുന്നു എന്ന് അമിത്ഷാ പറയുന്ന ഒരു സാഹചര്യം അങ്ങേയറ്റം സങ്കടകരമല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ പോലെ കേരളം പോലെ മതേതരമായ ഒരു സമൂഹത്തിൽ അത്തരം പരാമർശങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിഫലനങ്ങൾ എന്തായി? അത് മറ്റൊരു തരത്തിൽ അതിന് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. കാരണം മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള, മുസ്ലിം സമുദായത്തിന് സ്വാധീനമുള്ള ഒരു മണ്ഡലം തേടി അമേഠി വിട്ട് ഓടിപ്പോയി എന്നുള്ളത് അദ്ദേഹം സാന്ദർഭികമായിട്ട് മുസ്ലിങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു പ്രദേശത്തെ പാകിസ്ഥാനാണെന്ന് എങ്ങനെയാണ് ബിജെപിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിന് വിശേഷിപ്പിക്കാൻ കഴിയുക? അല്ല, മുസ്ലിം ലീഗിന്റെ തണലിൽ വിജയിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് അദ്ദേഹം ഓടിയതിനെയാണ് അദ്ദേഹം അങ്ങനെ വിശേഷിപ്പിച്ചത്. പാകിസ്ഥാൻ എന്നാണോ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വിശേഷിപ്പിക്കേണ്ടത്? പാകിസ്ഥാനിലേക്ക് ഓടിപ്പോയി എന്ന തരത്തിലൊന്നും ദേശീയ അധ്യക്ഷൻ പറഞ്ഞിട്ടില്ല. അത്തരത്തിൽ നിങ്ങൾ പാകിസ്ഥാനിലേക്കൊക്കെ അത്തരത്തിലല്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കള്ളനെന്നും അസർ മസൂദിനെ അസർ മസൂദ് ജി എന്ന് വിളിക്കുന്ന കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ്, അത് മനസ്സിലാക്കണം. അപ്പൊ ഈ പറഞ്ഞ ഈ പാകിസ്ഥാൻ പരാമർശം ഉണ്ടാവുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശത്തേക്ക് അദ്ദേഹം ഒളിച്ചോടിയെന്ന് പ്രധാനമന്ത്രി തന്നെ പറയുന്നു. ഇതൊക്കെ പറയുമ്പോൾ അതിനെ ഉറപ്പോടെ എതിർക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്ന് ഞാൻ ആരോപിച്ചാലോ? ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കേണ്ട ഒരു ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധിക്കുണ്ട്. കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും UDF-ഉം പറയുന്നു, അങ്ങ് ഒരു ദിവസം മാത്രം വയനാട്ടിൽ വന്നാൽ മതി, അങ്ങയെ പൂർണ്ണമായി വിജയിപ്പിച്ച് ഞങ്ങൾ പാർലമെന്റിലേക്ക് അയച്ചുകൊള്ളാം, ബാക്കിയുള്ള സമയം മുഴുവൻ ഇന്ത്യ മുഴുവൻ അങ്ങ് സഞ്ചരിക്കൂ, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെ താഴെ ഇറക്കാനുള്ള പോരാട്ടത്തിൽ അങ്ങ് പ്രവർത്തിക്കൂ എന്ന് പൂർണ്ണമായ ഉറപ്പ് രാഹുൽ ഗാന്ധിക്ക് നൽകിയിരിക്കുന്നു. ഇവിടെ അതല്ല വിഷയം. പ്രിയപ്പെട്ട അനീഷ് സൂചിപ്പിച്ചൊരു വിഷയമുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. മൗലാന മസൂദ് അസർ, ഇദ്ദേഹത്തിന് 1999 കാണ്ഡഹാറിൽ കൊണ്ടുപോയി തുറന്നു വിട്ടതാരാ? അന്ന് പ്രധാനമന്ത്രി വാജ്പേയി തുറന്നു വിട്ടതാരാ? ഈ 4 പ്രതികൾ, ഈ മൗലാന മസൂദ് അസർ, സർഗാരി, മുസ്താഖ് അഹമ്മദ് സർഗാരി, അഹമ്മദ് ഒമർ സയ്യിദ് ഷെയ്ഖ്, മസൂദ് അസർ ജസുൻ സിംഗ്, ഈ 4 കൊടും തീവ്രവാദികൾ ഇന്ന് പുൽവാമ ഭീകര ആക്രമണത്തിൻ്റെ പേരിൽ ഇവർ വോട്ട് ചോദിക്കുമ്പോൾ ഇവർ തുറന്നുവിട്ട ജയ്ഷെ തലവൻ മൗലാന മസൂദ് അസറാണ് ഈ പുൽവാമ ഈ ആക്രമണത്തിന് നേതൃത്വം നൽകി. മാത്രമല്ല 890 കോടി രൂപ ജസ്വം സിംഗും ദോയലും കൂടി 890 കോടി ഈ തീവ്രവാദികൾ കൊടുത്തു. അവരാണ് ഈ ആയുധം കൊണ്ടുവന്ന് ഈ പാവപ്പെട്ട പട്ടാളക്കാരെ കൊന്നൊടുക്കിയത്. പറഞ്ഞതിന് മറുപടി പറയണം. അതായത് കണ്ടഹാറിലേക്ക് വിമാനം തട്ടിക്കൊണ്ടുപോയ സമയത്ത് തീവ്രവാദികളെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ മോചിപ്പിച്ചതല്ല, മോചിപ്പിച്ച സാഹചര്യം ഉണ്ടാക്കിയതാണ് കോൺഗ്രസ്. അവിടെ കമാൻഡോ വാജ്പേയി ആണ് പ്രധാനമന്ത്രി. കമാൻഡോ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ സൈനിക മേധാവികളുമായി നടത്തുന്ന സമയത്ത് സോണിയാഗാന്ധിയാണ് അവിടെ തടവിലാക്കപ്പെട്ടവരുടെ ബന്ധുക്കളെ കൂട്ടി പാർലമെന്റിൽ വന്ന് സമരവിരുദ്ധ നിങ്ങളുടെ പാർട്ടിയാണ്. ഞാനൊരു മുൻ സൈനികനാണ്, അതുകൊണ്ട് സൈനിക മേഖലയിലുള്ള ഒരു ചോദ്യമാണ്. താങ്ക് യു. നമ്മൾ കഴിഞ്ഞ ഒരു 60 വർഷത്തെ ആയുധ ഇടപാട് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ബൊഫോഴ്സ് തോക്ക്, അതിനുശേഷം വന്ന അഗസ്റ്റ വെസ്റ്റേൺ ഹെലികോപ്റ്റർ, ട്രക്ക് ഇടപാട്, റഫേൽ വന്നിട്ടില്ല, അത് വരുന്നേ ഉള്ളൂ. ശ്രീനിവാസിനെ ശവപ്പെട്ടി ഒരു ആയുധമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആയുധം പറഞ്ഞ കാര്യം പറഞ്ഞു. ഈ ഇടപാട് നിങ്ങളും കൂടി എന്നെ സംസാരിക്കാൻ ചോദിക്കും. ഈ ഇടപാടുകൾ മുഴുവൻ നടന്നിരിക്കുന്നത് ഇറ്റലി കേന്ദ്രീകരിച്ചാണ്. ഈ ഇറ്റലി അല്ലാതെ ഇന്ത്യക്ക് ആയുധം തരാവുന്ന ഒരു രാജ്യങ്ങളും ഈ ലോകത്തില്ല. കോൺഗ്രസിന് എന്താ ഇറ്റലിയുമായിട്ട് ഇത്ര ആയുധ കച്ചവടം നടത്താൻ താല്പര്യം? ദയവായിട്ട് താങ്കൾ അതിന് മറുപടി ഇടനിലക്കാരൻ എല്ലാ കാലത്തും ഒരു ജവാനായതുകൊണ്ട് എനിക്ക് അങ്ങയോട് ബഹുമാനമുണ്ട്. പക്ഷെ ഒരു കാര്യം അങ്ങ് മനസ്സിലാക്കണം,
അങ്ങൊരു BJP കാരനായ ജവാനായിട്ടാണ് സംസാരിച്ചത്, ജവാനായിട്ടല്ല സംസാരിച്ചത്. അപ്പോ അത് തെറ്റില്ല. പക്ഷേ ഈ ശവപ്പെട്ടി ഒരു പാവപ്പെട്ട പട്ടാളക്കാരൻ മരിച്ചു വീഴുമ്പോ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ശവപ്പെട്ടിയിൽ കൈക്കൂലി മേടിച്ച ഏക ആള് ഈ അതിനുശേഷം 10 വർഷം കോൺഗ്രസ് അല്ലേ ഭരിച്ചത്? ആ സംഭവത്തിൽ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? എന്തുകൊണ്ട് നിങ്ങൾ കുറ്റക്കാരെ കണ്ടെത്തിയില്ല? അഴിമതി എന്തുകൊണ്ട് നിങ്ങൾ പുറത്തു കൊണ്ടുവന്നില്ല? അഴിമതി പുറത്തു കൊണ്ടുവരണ്ടേ? 10 കൊല്ലം ഭരിച്ചില്ലേ? അഴിമതി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ കണ്ടുപിടിച്ചില്ല? ഒരഴിമതിയില്ല. നോക്കൂ, ഞാൻ അനീഷേ, നിങ്ങൾ 2G പറഞ്ഞു, ഇപ്പൊ 4Gയിൽ നിൽക്കുക. നിങ്ങൾ കൽക്കരി പറഞ്ഞു, 5 വർഷം നിങ്ങൾ ഭരിച്ചുല്ലോ. കനിമൊഴി പുറത്തുപോയി, രാജ പുറത്തുപോയി. നിങ്ങൾ ആരെങ്കിലും ശിക്ഷിച്ചോ? നിങ്ങൾ 5 വർഷം നിങ്ങൾ നടത്തിയില്ലേ? വലിയ അഴിമതിയാണെന്ന് പറഞ്ഞില്ലേ? ചിദംബരത്തിന്റെ അന്വേഷിക്കൂ. പക്ഷെ അവരൊക്കെ പുറത്താണ്. ഞാൻ ശ്രീ ബാലേന്ദ്രൻ 5 വർഷം ഭരണം കിട്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്നത് കേസ്. നിങ്ങളൊരു വക്കീലല്ലേ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഒരു വെള്ള പേപ്പറിൽ കൊടുത്താൽ ജാമ്യത്തിന്റെ ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് BJP കോൺഗ്രസിനെയും കോൺഗ്രസ് BJPയെയും അഴിമതിയുടെ കാര്യത്തിലും സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിലും കുറ്റപ്പെടുത്തുന്നതാണ്. ഇവർ രണ്ടുപേരും ഈ നയങ്ങളുടെ കാര്യത്തിൽ ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. അത് പറയാൻ പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ്, ഞാൻ നേരത്തെ പറഞ്ഞത് തമാശയായിട്ടല്ല, അലഹാബാദിലെ ആനന്ദഭവനം ആരെ നിർത്തിയാലും ലക്ഷക്കണക്കിന് ഭൂരിപക്ഷം കൊടുക്കുന്ന ഹിന്ദി സംസാരിക്കുന്ന മേഖലയിൽ നിന്ന് AICC പ്രസിഡന്റിന് ചുരമിറങ്ങി വയനാടിൽ വരേണ്ട ഗതികേടുണ്ടായി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അതേക്കുറിച്ച് മനസ്സിരുത്തി ആലോചിക്കണം എന്ന് മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നുള്ളൂ. 2, BJP ഒരു കാര്യത്തിന് മറുപടി പറയാൻ ബാധ്യസ്ഥമാണ്. 1, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെൻ്ററി നടപടിക്രമങ്ങളോട് സഹകരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണോ? ആണെങ്കിൽ കഴിഞ്ഞ പ്ലീനറി സെക്ഷനുകളിൽ എത്ര ദിവസങ്ങളിൽ അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇരുന്നിട്ടുണ്ട്, വന്നു പോയിട്ടുണ്ട്? മണിക്കൂറുകളോളം മാത്രം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു അതിഥിയെപ്പോലെ വന്നുപോയ പ്രധാനമന്ത്രിയുടെ ചിത്രം മാധ്യമങ്ങളൊക്കെ എഴുതി. പറയട്ടെ, 80 വിദേശയാത്രകൾ രേഖപ്പെടുത്തിയതായി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. 80 വിദേശയാത്രകളിൽ കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് പ്രധാനമന്ത്രിമാർ വിദേശയാത്ര നടത്തുമ്പോൾ കൊണ്ടുപോകാറുള്ളത് സീനിയർ പത്രപ്രവർത്തകന്മാരെ, സീനിയർ സാംസ്കാരിക നായകന്മാരെ രാജ്യത്ത് നിന്ന് കൊണ്ടുപോകാറുണ്ട്. വളരെ സുതാര്യമായ അവരുടെ യാത്രയുടെ ഇന്ത്യക്കാരിൽ അറിയാൻ വേണ്ടി. എന്നാൽ 80 യാത്രകളിലും അദ്ദേഹം കൊണ്ടുപോയത് അദാനിയെയും അംബാനിയെയും. അദ്ദേഹത്തെ അനുഗമിച്ചിട്ടുള്ളത് അദാനിയും അംബാനിയും ഉറപ്പിച്ചു പറയാൻ കഴിയും. മാധ്യമപ്രവർത്തകരല്ല പോയത്. മാധ്യമപ്രവർത്തകരല്ല പോയത്. ഞാൻ പറയട്ടെ, അല്ല, ആ കാര്യത്തിൽ ഉറപ്പിച്ചു പറയാൻ കഴിയും. മാധ്യമപ്രവർത്തകരല്ല പോയത്. ഞാൻ ഒരൊറ്റ കാര്യം ഇല്ലില്ല വരട്ടെ. അതായത് ഈ പറഞ്ഞ ഈ സാമ്പത്തിക നയങ്ങളുടെ തുടർച്ചയായുള്ള മറ്റും ഒട്ടേറെ പ്രശ്നങ്ങൾ ഈ പറഞ്ഞ അനീഷിലേക്കാണ് വരുന്നത്. കാരണം ദേശീയ തലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്, ഭരിക്കുന്നത് BJP ആണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഏറ്റവും അധികം ചോദ്യങ്ങൾ ഉയരേണ്ടത് BJPയോടാണ്. ഈ മണ്ഡലത്തിൽ ഒതുങ്ങേണ്ടതല്ല വിഷയം. അതുകൊണ്ടാണ് ഇന്ധന വില വർധന ഇപ്പോഴുള്ളതിൻ്റെ പകുതിയായിരിക്കും എന്ന വാഗ്ദാനമുണ്ടായിരുന്നു BJP കഴിഞ്ഞ തവണ അധികാരത്തിലെത്തുമ്പോൾ. അത് നടപ്പായില്ല. കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരും എന്നുള്ള കൃത്യമായ നിലപാട് അദ്ദേഹം പ്രഖ്യാപിച്ചതാണ്. കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടവരെ, അതായത് ബാങ്കുകളിൽ നിന്ന് മോഷണം നടത്തി രക്ഷപ്പെട്ടവരെ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. തിരിച്ചു കൊണ്ടുവരാൻ ആ 5 വർഷക്കാലം കൊണ്ടും കഴിഞ്ഞില്ല. ഈ ഘട്ടത്തിലാണ് പലരും രക്ഷപ്പെട്ട് പുറത്തു പോയത്. ഇങ്ങനെയൊക്കെ നേരിട്ട ആരോപണങ്ങൾ നേരിടാവുന്ന സ്ഥിതിവിശേഷമുണ്ട്. അതിനെന്താണ് മറുപടി? ഇതിൽ 3 പ്രശ്നങ്ങളാണ് ഉന്നയിച്ച് 3 കാര്യത്തിന് കൃത്യമായിട്ട് മറുപടി നൽകാം. ഇപ്പം ഇതിലൊരു കാര്യം നോട്ട് നിരോധനമാണ്. നോട്ട് നിരോധനം കൊണ്ടുവരുന്ന സമയത്ത് നരേന്ദ്രമോദിക്ക് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. കാരണം സർക്കാരിനും ബാങ്കിനും നിയന്ത്രണമില്ലാത്ത പാരലൽ ഇക്കണോമി ആയിരുന്നു രാജ്യത്ത്. ആ പാരലൽ ഇക്കണോമിയെ നിയന്ത്രിക്കണം, കള്ളപ്പണത്തിന് നാഥനുണ്ടാകണം. ഇതായിരുന്നു നോട്ട് നിരോധനത്തിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം പ്രാവർത്തികമായി. ഇന്ന് കള്ളപ്പണത്തിന് നാഥനുണ്ട്. ടാക്സ് നൽകുന്ന 65 ലക്ഷം, കംപ്ലീറ്റ് ചെയ്യാം. 65 ലക്ഷം ആളുകൾ പറയട്ടെ, ചോദ്യം ചോദിച്ചാൽ മറുപടി പറയണ്ടേ? 65 ലക്ഷം ആളുകൾ ടാക്സ് നൽകിയിരുന്ന രാജ്യത്ത് 4 ഇരട്ടിയായിട്ട് ആളുകൾ ടാക്സ് നൽകുന്ന സാഹചര്യം ഉണ്ടായി.
18 ലക്ഷം അക്കൗണ്ടുകളിൽ സോഴ്സ് കാണിക്കാത്ത മണി നിക്ഷേപിക്കപ്പെട്ടു. അതിന്റെ 50% സർക്കാരിലേക്ക് ടാക്സ് അടക്കേണ്ടി വന്നു. അങ്ങനെ 3 ലക്ഷം കോടി രൂപ നോട്ട് നിരോധനത്തിൽ കൂടി സർക്കാരിന് റവന്യൂ ഉണ്ടായി. ഇതെന്തുകൊണ്ട് കാണുന്നില്ല? ഇതുപോലെ ഡിജിറ്റൽ ഇടപാടുകളിലേക്ക് രാജ്യം മാറി. ഞങ്ങൾ ഡിജിറ്റൽ യുഗത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഇവർ കാളവണ്ടി യുഗത്തിലേക്കാണ് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ പെട്രോളിയം വില വർധന, ഞങ്ങളുടെ ദേശീയ അധ്യക്ഷനും പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും കൃത്യമായി GST കൗൺസിലിൽ ധർമ്മേന്ദ്ര പ്രധാൻ കൃത്യമായി സംസ്ഥാനങ്ങളോട് പറഞ്ഞു, GSTയിൽ ഉൾപ്പെടുത്തണം, പെട്രോളിയം വില GSTയിൽ ഉൾപ്പെടുത്തണം. ആദ്യമായി യോഗത്തിൽ എഴുന്നേറ്റ് നിന്ന് അതിനെ ശക്തമായിട്ട് എതിർത്തത് കേരളത്തിലെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കാണ്. GSTക്ക് മുമ്പ് 4 വർഷം ഉണ്ടായിരുന്നു. പറഞ്ഞു ഒരു കാരണവശാലും GSTക്ക് മുമ്പ് 4 വർഷം ഉണ്ടായിരുന്നു ഈ സർക്കാരിന്. കേരളത്തിലെ GSTക്ക് മുമ്പ് 4 വർഷം ഉണ്ടായിരുന്നു ഈ സർക്കാരിന്. ഈ GSTയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കം പരാജയപ്പെടുത്തിയത് കേരള സർക്കാരാണ്. അതിന് ചുവട് പിടിച്ച് കോൺഗ്രസ് പറഞ്ഞതുകൊണ്ട് മാത്രമാണോ GST ഉൾപ്പെടുത്താറ്? അല്ല, GST കൗൺസിലിൽ ഏകപക്ഷീയമായ ഒരു തീരുമാനം സർക്കാർ GST കൗൺസിലിൽ എല്ലാ സംസ്ഥാനങ്ങളും അംഗങ്ങളാണ്. ചോദിച്ചോളൂ, താങ്കൾ ചോദിച്ചോളൂ. ഒരു കാര്യം പറയാനുണ്ട്. ഒരു കാര്യം അനീഷ് തെറ്റിദ്ധരിപ്പിക്കുക. എന്താ കാരണം എന്ന് വെച്ചാൽ GST കൗൺസിലിൽ ആകെ ഒരു തോമസ് ഐസക്ക്, കോൺഗ്രസിന്റെ 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാര്, ഭൂരിപക്ഷം ആർക്കാ? ഭൂരിപക്ഷം, മൃഗീയ ഭൂരിപക്ഷം BJPക്ക്. അവരവിടെ വോട്ടിനിട്ടാൽ, അവർ ആ തീരുമാനം എടുത്താൽ GST കൗൺസിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിലവാരം കുറയ്ക്കാനുള്ള കമ്മിറ്റി പിരിച്ചുവിടാൻ ഇവര് സുപ്രീം കോടതി, ED, RBI, RBI എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഇവർക്ക് ഇതൊന്നും നിയന്ത്രിക്കാൻ പറ്റാതെ ഉണ്ടാവും. അപ്പോൾ ഈ രാജ്യത്തെ ആളുകളെ പറഞ്ഞു പറ്റിക്കാണ്. കാരണം എന്താ വെച്ചാൽ GST കൗൺസിലിൽ ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും അത് പിൻവലിക്കാതെ, കാരണം എന്താണ്, ക്രൂഡ് ഓയിൽ മേടിക്കുന്നത് റിലയൻസാ, അവർക്കും ഈ വിലയ്ക്ക് തന്നെ വിൽക്കാം, 70-80 രൂപയ്ക്ക് തന്നെ വിൽക്കാം. ഇവിടെ വക്കീല് അനീഷ് പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യയായി, ഇന്ത്യ കൂടുതൽ വളരെയാണ്. പക്ഷേ ഒരു ആശങ്ക നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. 10-22 കുട്ടികൾ ഓക്സിജൻ കിട്ടാതെ മരിച്ചത് ഇന്ത്യയിലാണ്. സ്വന്തം ഭാര്യയുടെ മൃതശരീരം വീട്ടിൽ കൊണ്ടുപോകാൻ പണമില്ലാതെ 22 കിലോമീറ്റർ ഭർത്താവ് ചുമന്ന് മൂത്ത മകളുടെ കൈപിടിച്ച് വരുന്ന ചിത്രം നിങ്ങൾ കണ്ടു. ലക്ഷക്കണക്കിന് കർഷകർ ഈ 5 വർഷം കൊണ്ട് ഇന്ത്യ രാജ്യത്ത് ആത്മഹത്യ ചെയ്തു. ഇന്ത്യ കുതിക്കുന്നു, ഇന്ത്യ തിളങ്ങുന്നു. പല മുദ്രാവാക്യങ്ങളും ഡൽഹിയിൽ നിന്ന് നമ്മൾ കേട്ടു. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിൽ ചടച്ച മനുഷ്യൻ കൂടുതൽ ചടയ്ക്കുന്നു. ശതകോടീശ്വരന്മാരുടെ എണ്ണം കോൺഗ്രസ് ഭരിക്കുമ്പോൾ 100-ൽ താഴെ, നിങ്ങൾ ഭരിക്കുമ്പോൾ 164. അദാനിയും അംബാനിയും ലോക നിലവാരത്തിലേക്ക് വരുന്നു. നിങ്ങളുടെ ഡൽഹിയിൽ നിന്ന് വരുന്ന പത്രക്കുറിപ്പുകളിലും പ്രസംഗങ്ങളിലും ഇന്ത്യ തിളങ്ങുന്നു. സത്യത്തിൽ ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ മനുഷ്യൻ ഭക്ഷണം കിട്ടാതെ മരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ കോൺഗ്രസും പറയുന്നില്ല, നിങ്ങളും പറയുന്നില്ല. കാരണം രണ്ടുപേരുടെയും സാമ്പത്തിക നയം ഒന്നാണ്. രാജേന്ദ്രൻജി, നിങ്ങൾ UPയിലെ കാര്യങ്ങൾ മാത്രം കണ്ടാൽ പോരാ. നമ്മുടെ കേരളത്തിൽ നിലമ്പൂരിൽ ആംബുലൻസ് കിട്ടാതെ കുട്ടിയെ ചുമന്ന് 24 കിലോമീറ്റർ നടന്ന സംഭവം ഈ കേരളത്തിലുണ്ടായി. ഇനി ചികിത്സ കിട്ടാതെ 16 ആശുപത്രികൾ കയറി ഇറങ്ങി മുരുകൻ മരിച്ചത് ഈ കേരളത്തിലാണ്. 1.5 കിലോ അരി മോഷ്ടിച്ചു, 1.5 കിലോ അരി മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ മധുവിനെ തല്ലിക്കൊന്നത് UPയിലല്ല, കേരളത്തിലാണ്. നീ ഒരു ബംഗാളിയെ കോഴിയെ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് തല്ലിക്കൊന്നത് ഈ കേരളത്തിലാണ്. ഇനി പട്ടിണി മരണം, ഞാൻ പറയട്ടെ, കോഴിയെ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് തല്ലിക്കൊന്ന് കൊല്ലത്തല്ലേ? കോഴിയെ മോഷ്ടിച്ചു തല്ലിക്കൊന്നത് അരിയെ മോഷ്ടിച്ച് തല്ലിക്കൊന്നത് കുറ്റമല്ലേ? അരി മോഷ്ടിച്ചത് തല്ലിക്കൊല്ലുന്നത് കുറ്റമല്ലേ? കോഴിയെ മോഷ്ടിച്ചാൽ തല്ലിക്കൊല്ലുന്നത് കുറ്റമല്ലേ? ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ഒരു നിലപാടിന്റെ ഭാഗമായി രാജ്യം മുഴുവൻ തല്ലിക്കൊല്ലുന്നത് പോലെയല്ല. അട്ടപ്പാടിയിൽ എത്ര പട്ടിണി മരണങ്ങൾ? 6 പേര് കുട്ടികൾ മരിച്ച സമയത്ത് AK ബാലൻ പറഞ്ഞത് 6 എണ്ണം പെറ്റു, 6 ചത്തു, 4 എണ്ണം ഗർഭം ധരിച്ചത് കോൺഗ്രസിന്റെ കാലത്ത്. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, ഞങ്ങൾ ഡിജിറ്റൽ ഇന്ത്യ, പുതിയ ലോകം ഞങ്ങൾ ഉണ്ടാക്കുന്നു, ഡിജിറ്റൽ ഇന്ത്യ ഉണ്ടാക്കുന്നു. 1000 രൂപ ഞാനിപ്പോൾ ഒരാളിൽ നിന്ന് 1000 രൂപ മേടിച്ചാൽ അത് 1000 രൂപയായിട്ട് മടക്കി കൊടുത്താൽ മതി. ബാങ്കിൽ കൂടെ കൊടുക്കുമ്പോൾ 18 രൂപ വെച്ച് പിടിക്കും.
അപ്പോൾ അദാനിക്കും അംബാനിക്കും വേണ്ടി ഇവരുണ്ടാക്കുന്ന പദ്ധതി, കാരണം ഓരോ പ്രാവശ്യം ഞാനിപ്പോൾ ഹർഷൻ്റെ 1000 രൂപ മേടിച്ചാൽ 1000 രൂപ തിരിച്ചു തന്നാൽ മതി. ഇത് ഞാൻ ഡിജിറ്റൽ ഇന്ത്യയിലൂടെ കൈകാര്യം ചെയ്യുമ്പോൾ 18 രൂപ എന്റെ പിടിക്കാണ്. ഇവിടുത്തെ വിഷയം അതല്ല, ഞാൻ പറയുന്നത് വിഷയം അതല്ല. ശ്രീനിവാസൻ, നിങ്ങൾ ചരിത്രം അറിയണം. ധീരുഭായ് അംബാനിക്കെതിരെ റെയ്ഡ് നടത്തിയതിന്റെ പേരിൽ VP സിംഗിനെ പുറത്താക്കിയ നിങ്ങളുടെ രാജീവ് ഗാന്ധി VP സിംഗിനെ പുറത്താക്കി. ഇവിടെ മണ്ഡലത്തിൽ വിവാദമായി നിറഞ്ഞു നിന്ന ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ, പൂരം നടത്തിപ്പ്, ഇതിലേക്കൊക്കെ വരേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇന്നത്തെ പ്രത്യേക പരിപാടികൾ co-sponsored by Amstrad, The all new next generation air conditioners. Abir Medical Group, Healthcare you can trust, സ്വയംവര സിൽക്സ്, ആറ്റിങ്കൽ, വർക്കല, കൊട്ടാരക്കര, KSFE ഗോൾഡ് ലോൺ, ഗ്രാമിന് കൂടുതൽ തുക ഏറ്റവും വേഗത്തിൽ. തൃശ്ശൂരുള്ള ഫ്രണ്ട്സ് പറഞ്ഞ് എനിക്ക് പണ്ടേ അറിയാം. തൃശ്ശൂർക്കാരെ ചങ്കാണ് ചുങ്കത് ജ്വല്ലറി. ചുങ്കത് ജ്വല്ലറി തൃശ്ശൂരിന് സമ്മാനിക്കുന്നു a premium signature showroom. ചുങ്കത് പാലസ്, നമ്മുടെ പാലസ് റോഡിൽ തന്നെ. ഉദ്ഘാടനം ഏപ്രിൽ 17-ന് മലയാളത്തിന്റെ താരരാജകുമാരൻ ദുൽഖർ സൽമാൻ നിർവഹിക്കുന്നു. പൂരം കാണാൻ പോണ പോലെ വായോ. ചുങ്കത് പാലസ്, പാലസ് റോഡ്, തൃശ്ശൂർ. Man's attitude is not casual. Scott Wilson. Keep conquering. I can feel this special, feel love like we do. Be nice. No scratches, please. I can feel this special, I can say that it's true, feel love. Introducing the Suzuki Bergman Street, the special one. വിഷു ആശംസകളോടെ സിഡ്നി ഒപ്റ്റിക്കൽസ് ആലപ്പുഴ. സീ ബെറ്റർ, ബി സീൻ ബെറ്റർ. Nonetheless Gmart They'll Chill Offer. ഈ പൊള്ളുന്ന വേനലിൽ ബ്രാൻഡഡ് 1 ടൺ AC-ക്ക് Nonetheless Gmartൽ അവിശ്വസനീയമായ വിലക്കുറവ്. ഇനി ഈ വേനലിൽ ചില്ലാകട്ടെ മനസ്സും ശരീരവും. ആസ്വദിക്കൂ വിലക്കുറവിന്റെ കുളിര് ഹൃദയത്തിലും ഭവനത്തിലും. Nonetheless Gmart, കേരളത്തിൽ എല്ലായിടത്തും. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും സഹ്യ ടീയുടെ ഐശ്വര്യം നിറഞ്ഞ വിഷുദിനാശംസകൾ. സഹ്യ സുപ്രീം ടീ, ഒരു തരി പോലും കലർപ്പില്ല. ഇനി നമ്മൾ വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് പരമാവധി ആളുകൾക്ക് വളരെ പെട്ടെന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളിലേക്ക് പോകാം, അതിനുശേഷം ഇവർക്കുള്ള ഉത്തരത്തിലേക്കും പോകാം. അങ്ങനെ നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കണം. അതുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് ശ്രീ ബാലേന്ദ്രനോട് ചോദിക്കാനുള്ളത്, ഈ തൃശ്ശൂർ നമുക്കറിയാം കേരളത്തിൻ്റെ സംസ്കാര തലസ്ഥാനമാണ്. വിവിധ ജാതി മതസ്ഥർ ആയിട്ട് വളരെ സൗഹൃദം പങ്കെടുക്കും. വളരെ പെട്ടെന്ന് ചോദ്യത്തിലേക്ക് എനിക്ക് ചോദിക്കാനുള്ളത്, താങ്കളുടെ സ്ഥാനാർത്ഥി ജയിക്കുകയാണെങ്കിൽ ഈ തൃശ്ശൂരിൽ പ്രഥമ പരിഗണന നൽകുന്ന വിഷയം എന്താണ്? അതായത് നമ്മുടെ ഇവിടെ എന്താണ് പ്രധാനമായിട്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതെ, ഈ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് തൃശ്ശൂരിൻ്റെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ശുദ്ധജല വിതരണ രംഗത്ത് എന്ന് വെച്ചാൽ പീച്ചി പദ്ധതിയെ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് ഇപ്പോൾ തൃശ്ശൂരിലെ കുടിവെള്ള പദ്ധതി നിൽക്കുന്നത്. അതിനെ വിപുലപ്പെടുത്തി ചിമ്മിണി പദ്ധതിയുമായി ബന്ധപ്പെടുത്തി തൃശ്ശൂരിൻ്റെ കുടിവെള്ള പ്രശ്നവും ഗതാഗത പ്രശ്നത്തിനും പ്രഥമ പരിഗണന നൽകും. ഒന്നാമത് കുടിവെള്ള പ്രശ്നവും ഗതാഗത പ്രശ്നവുമായിരിക്കും. എനിക്ക് ചോദിക്കാനുള്ളത് ഇടതുപക്ഷ പ്രതിനിധിയോടും BJP പ്രതിനിധിയോടും ഒറ്റ ചോദ്യമാണ്. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാത പണി നിർത്തലാക്കിയത് ഇടതുപക്ഷത്തിന്റെ കുഴപ്പം കൊണ്ടാണോ BJP ഗവൺമെന്റിന്റെ കുഴപ്പം കൊണ്ടാണോ എന്ന്? തീർച്ചയായും മണ്ണുത്തി ഇവിടെ വരെയുള്ള പാലക്കാട് വരെയുള്ള ദേശീയപാത, ആ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. തുരങ്കം വഴിയുള്ള ഇത് പുരോഗമിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കാര്യത്തിൽ ഇടപെട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഇടപെടുന്ന സെൻട്രൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പാർട്ടി BJP ആണ്. BJPയുടെ പ്രഖ്യാപിത മുദ്രാവാക്യം പാലിയക്കര നിരവധി സമരങ്ങൾ നടത്തി അവർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. നാഷണൽ ഹൈവേ അതോറിറ്റിയെ കൊണ്ട് അവർക്ക് കേന്ദ്ര ഗവൺമെന്റിലുള്ള സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടോൾ ഉൾപ്പെടെ പിൻവലിപ്പിച്ച് ആ പാതയുടെ പണി എത്രയും വേഗം പുരോഗതിയിലെത്തിക്കും എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന് അതിൽ ഇടപെടുന്നതിന് വേണ്ടി ബാലേന്ദ്രജി ഒരു ദേശീയപാതയുടെ കാര്യത്തിലും നേരിട്ട് കേന്ദ്ര സർക്കാരല്ല ഇത് ചെയ്യുന്നത്. അതാത് സ്ഥലത്തെ MP മുഖാന്തരമാണ് ഈ കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ അറിയേണ്ടത്.
ആ എം പിക്ക് ഈ കാര്യങ്ങൾ കൃത്യമായി കേന്ദ്ര സർക്കാരിൽ അവതരിപ്പിക്കാനോ പാർലമെന്റിൽ അവതരിപ്പിക്കാനോ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ നേരിട്ട് നരേന്ദ്രമോദി വന്നിട്ടല്ലോ. എംപിയുടെ ഇടപെടലിന്റെ പരാജയമാണ്. BJP എന്താണ് ഇടപെടൽ നടത്തിയിട്ടുള്ളത്? ഈ വഴിപണിയുടെ കാര്യത്തിൽ ദേശീയ തലത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എന്ത് ഇടപെടൽ നടത്തി? കാരണം അല്ലല്ല, ദേശീയ പാതയുടെ പണി മുടങ്ങിയത് MP കാരണമാണ് എന്ന് പറയുന്നതിൽ അത് യോജിപ്പില്ല. പാർലമെന്റിൽ അവതരിപ്പിക്കേണ്ടത് ഈ പ്രശ്നം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് ആരാണ്? ഇവിടുത്തെ BJP ഉത്തരവാദിത്തമില്ലേ? ഇവിടെ നിങ്ങളുടെ പ്രദേശത്ത് അല്ലല്ല ഒരു ഉത്തരവാദിത്തമില്ലേ? അല്ല, ജനപ്രതിനിധിക്ക് മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ. ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്തമില്ലേ? ദേശീയ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ദേശീയ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്തമില്ലേ? ഇതെന്റെ ആത്മാർത്ഥമായ ചോദ്യമാണ്. അല്ല ഞാൻ പറഞ്ഞ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ പെടുന്ന കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാനും പാർലമെന്റിൽ ഉന്നയിക്കാനുമാണ് ഇന്നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്തൊരു MP വിജയിപ്പിച്ചിട്ടുള്ളത്. ആ MP ആ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു. ഉന്നയിച്ചിട്ടുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി ബാലേന്ദ്രനോടാണ്. താങ്കൾ നമ്മളെ മതേതര ജനാധിപത്യത്തിന്റെ ആൾക്കാരാണ്, എല്ലാവരും മതേതര ആൾക്കാരാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകണമെന്ന് ആത്മാർത്ഥമായിട്ട് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? രാഹുൽ അദ്ദേഹം അല്ല, ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യന്റെ മുന്നിലല്ലല്ലോ ഞാൻ നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പും ഇതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളും തെരഞ്ഞെടുപ്പിന് ശേഷം ആര് പ്രധാനമന്ത്രിയാകും എന്ന് തീരുമാനിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പുകളാണ്. ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇവിടെ സംസ്ഥാനത്തെ CPIയും CPMും അതിനിശിതം ഇവിടേക്ക് രാഹുൽ ഗാന്ധി വന്നതിനെ എതിർക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ ദേശീയ നേതൃത്വങ്ങൾ സീതാറാം യെച്ചൂരി അടക്കം പറയുന്നത് എന്താണ്? അദ്ദേഹം ഒളിച്ചോടി വന്നതല്ല, അദ്ദേഹം പരാജയഭീതി കൊണ്ട് വന്നതല്ല, അദ്ദേഹം ഞങ്ങളെ ചതിച്ചിട്ടില്ല. എനിക്കൊരു പൊളിറ്റിക്സും ഇല്ല. രണ്ട് പാർട്ടി കോൺഗ്രസുകളും തീരുമാനിച്ചിട്ടുള്ളത് അതിന് വിപരീതമായി സംസാരിക്കാൻ ഒരാൾക്കും കഴിയില്ല എന്നുള്ളത് കൊണ്ട് അതായത് രാഹുൽ ഗാന്ധി ഒളിച്ചോടി വന്നതല്ല, പരാജയ ഭീതി കൊണ്ട് വന്നതല്ല, അദ്ദേഹം ഞങ്ങളെ ചതിച്ചിട്ടില്ല. ഈ 3 വിഷയങ്ങളിൽ ആ നിലപാടാണോ നിങ്ങൾക്കുള്ളത്? മോദിയെ എതിർക്കുന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി വേണ്ട പ്രധാനമന്ത്രിയാവാൻ. സുഹൃത്തിന് ഇന്ത്യൻ രാഷ്ട്രീയം മനസ്സിലാവാത്ത UPA ഗവൺമെന്റ് ഈ ഭാരതത്തിൽ നടപ്പിലാക്കിയ ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കരണമായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി. ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽ സേന എന്ന് പറയുന്ന 21 കോടി ആളുകളെ ഈ രാജ്യത്ത് നിവർന്നു നിൽക്കാൻ കഴിയുന്ന ആളുകൾക്ക് ഒരു ജോബ് കാർഡ് വെച്ച് ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയത് UPA ഗവൺമെന്റ് കോൺഗ്രസ് ആണ്. വിവരാവകാശ നിയമം, ഫുഡ് സേഫ്റ്റി, മിഡ് ഡേ മീല് തുടങ്ങിയ 140 പരിഷ്കാരം ഇന്ത്യയിൽ UPA ഗവൺമെന്റ് കൊണ്ടുവരാൻ കഴിഞ്ഞു. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു പത്രസമ്മേളനം പോലും നടത്തി ജനങ്ങളോട് ഒരു കാര്യം പറയാൻ കഴിയാത്ത പ്രധാനമന്ത്രി. നിങ്ങൾ ആരെങ്കിലും നരേന്ദ്രമോദിയുടെ പത്രസമ്മേളനം കണ്ടോ? എന്താ നടത്താത്ത? മൻമോഹൻ സിംഗ് 100 പത്രസമ്മേളനം നടത്തി. ചോദ്യങ്ങളെ ഭയമാണോ അദ്ദേഹത്തിന്? 6 മിനിറ്റ് പ്രസംഗം പാർലമെന്റിൽ, 6 മിനിറ്റ് പ്രസംഗം ഈ രാജ്യത്തെ ലോകത്തെ മുഴുവൻ നിങ്ങളുടെ പ്രധാനമന്ത്രിക്ക് പത്രസമ്മേളനം നടത്തുന്നത് ഇവരുടെ പ്രധാനമന്ത്രിക്ക് പത്രസമ്മേളനം നടത്തലും നമ്പർ 10 ജൽപ്പയിൽ പോയി സാരിത്തുമ്പിൽ തൂങ്ങി നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് പത്രസമ്മേളനം നരേന്ദ്രമോദി നടത്തുന്നില്ല എന്നാണ് പ്രധാനമന്ത്രി എല്ലാ മാസവും മൻ കി ബാത്ത് അല്ല, റേഡിയോ അല്ല. അതേ ചോദ്യങ്ങൾക്ക് മറുപടി പറയണ്ടേ? പറഞ്ഞോളൂ. അല്ല, അതല്ലല്ലോ ഒരു ജനാധിപത്യ സംവിധാനം. ഈ പറഞ്ഞോളൂ. മൻമോഹൻ സിംഗ് ഒന്നും മിണ്ടിയില്ല. പറഞ്ഞോളൂ. അല്ലല്ല, മറുപടി പറ. അദ്ദേഹം പറയട്ടെ. നരേന്ദ്രമോദി ഞാൻ പറയാം നരേന്ദ്രമോദി പത്രസമ്മേളനം നടത്തിയിട്ടില്ല. ശരിയാണ്. നിങ്ങളൊന്നും നിർത്തൂ. ലോകത്തിന്റെ 4 പ്രധാനമന്ത്രിമാർ എണീറ്റ് നിന്നു. കാരണം നോഡൽ ഓഫീസർ പറഞ്ഞു പ്ലീസ് സിറ്റ് ഡൗൺ. അദ്ദേഹം ആളുകൾ ഇരിക്കില്ല. എന്താ കാരണം? അവർ ടീച്ചർ ഈസ് കമ്മിങ്. എന്നെ ഹാർവാർഡിൽ പഠിപ്പിച്ച, എന്നെ കേംബ്രിഡ്ജിൽ പഠിപ്പിച്ച
ഫ്രാൻസിലെ പ്രധാനമന്ത്രി പറഞ്ഞ ലോകം കണ്ട ഏറ്റവും വിദ്യാഭ്യാസമുള്ള മൻമോഹൻ സിംഗ് നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുമോ? ലോകം കണ്ട ഏറ്റവും വിദ്യാഭ്യാസമുള്ള ബഹളം വെക്കാനാണെങ്കിൽ ഞങ്ങൾക്കും പറ്റും. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നിങ്ങളും ഉണ്ടായിരിക്കും. നിങ്ങൾ എത്ര നേരം സംസാരിക്കുന്നു? സമയം നിങ്ങൾ ബഹളം വെച്ചോണ്ടിരുന്നാൽ സമയം തീരാറായി. ഈ ചോദ്യത്തിനൊന്നും ഉത്തരം കിട്ടില്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്നാട്ടിലെ ജനങ്ങളോട് പറയേണ്ട എല്ലാ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. നടത്തലല്ല ഒരു പ്രധാനമന്ത്രിയുടെ നിങ്ങൾ ബഹളം വെക്കല്ലേ? നിങ്ങൾ ചോദ്യം ചോദിച്ച മറുപടി പത്രസമ്മേളനം നടത്തി സമയം കളയേണ്ടതല്ല ഒരു സർക്കാരിന്റെ കാര്യങ്ങൾ കൃത്യമായി പത്രസമ്മേളനം നടത്തി മന്ത്രിമാര് പറയാറുണ്ട്, സ്പോക്ക് പേഴ്സൺസ് പറയാറുണ്ട്, കൃത്യമായിട്ട് പറയാറുണ്ട്. രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കേണ്ട സാഹചര്യങ്ങളിലല്ല പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിക്കാറുണ്ട്. പ്രതിമാസം മൻ കി ബാത്തിൽ കൂടി നിങ്ങൾ പത്രക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാറില്ല എന്നല്ലേ നിങ്ങളുടെ പ്രശ്നം? അങ്ങനെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് ആക്രമണം ഉണ്ടായപ്പോൾ രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോലും തയ്യാറായില്ല. അതുകൊണ്ടാണ് ഇല്ല പോട്ടെ, അടുത്ത വിഷയത്തേക്ക് പോകണം. അദ്ദേഹത്തിന് ഒരു ചോദ്യമുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത് ബാലചന്ദ്രന്റെ ആണ്. നമ്മുടെ തൃശ്ശൂര് എനിക്ക് ചോദിക്കാനുള്ളത് ബാലചന്ദ്രനാണ്. നമ്മുടെ MP CN ജയദേവൻ 5 വർഷം MP ആയിരുന്നു. തൃശ്ശൂര് ഇപ്പോൾ MLA VS സുനിൽകുമാർ CPI, ഇപ്പോഴത്തെ മേയർ അജിത വിജയൻ CPI. കേരളം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത്. എന്നിരുന്നാലും 7 വർഷമായി കോർപ്പറേഷനിലെ പോസ്റ്റ് ഓഫീസ് പൊളിച്ച് പണിയുവാനും ആ ജംഗ്ഷൻ മൂല പൊളിക്കുവാനും കോർപ്പറേഷൻ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെടുന്നത്. അതിന്റെ ഫയൽപരമായ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടും കൗൺസിലറുടെ ചോദ്യം ജയദേവനാണ് ചെയ്യേണ്ടത്. ജയദേവൻ കേന്ദ്ര ഗവൺമെന്റിന്റെ പരിപാടി അതിൽ എന്താണ് ചെയ്തത്? ആ ഫയലിൽ ആയിരക്കണക്കിന് ജനങ്ങൾ ജയപ്രാശ് കൗൺസിലറാണ്. അതാണ് ആദ്യം അത് രാജിവെച്ചിട്ട് വന്നിട്ട് ചോദിക്കണം. കാരണം ഇത്ര വർഷം ഒരു ചെറിയ കാര്യം സാധിക്കാൻ ഇതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. ഇവിടെ കെട്ടിയെഴുന്നള്ളിച്ച് അവതരിപ്പിക്കുന്ന ഒരു പ്രശ്നവും വലിയ പ്രശ്നമല്ല. ഇത് ഈ MP ജയദേവൻ MP മാത്രമല്ല, ബാക്കി മൊത്തം CPI-ക്കാരാണ് ചോദിച്ചത്. MP ജയദേവൻ CPI-യുടെ മേയർ, CPI-യുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പൊ മാറിയിട്ടുള്ളൂ. അപ്പൊ CPI-ക്കാര് ഈ വികസനത്തിന് എതിര് നിൽക്കുന്നു എന്നുള്ള ധ്വനിയാണ്. അല്ലെങ്കിൽ ശ്രമിക്കുന്നില്ല. ജയപ്രാശ് അറിയേണ്ട ഒരു കാര്യം, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അത് പൊളിച്ച് സ്ഥലം PWDക്ക് സറണ്ടർ ചെയ്യേണ്ട പേപ്പറുകളൊക്കെ തയ്യാറായി കഴിഞ്ഞു. അതിന് സർക്കാരും കേരളത്തിലെ സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഒരു ഇതിന്റെ പേപ്പർ കൈമാറുക മാത്രമേ വേണ്ടൂ. അത് നിർവഹിക്കപ്പെട്ടു. അല്ല അത് ചത്ത പാമ്പാണ് വാലനങ്ങുന്നത് മാത്രം. ഈ രാജ്യത്തെ ജനങ്ങളോട് കോൺഗ്രസിന് പറയാനുള്ളത്, TN പ്രതാപൻ വിജയിച്ചാൽ ഈ ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം കുറുമാലിപ്പുഴ തൃശ്ശൂരിലേക്ക് വരും. PG പദ്ധതി കൊച്ചി മെട്രോ തൃശ്ശൂർ. ഞാൻ ഈ കൊച്ചി മെട്രോ തൃശ്ശൂരിൽ നിന്ന് വരുന്ന വിവരക്കേട് എനിക്കില്ല. കാരണം തൃശ്ശൂരിലേക്ക് അത് വരില്ല. ആ വിവരക്കേട് എനിക്കില്ല. കുറുമാലിപ്പുഴ അവസാന അവസരത്തിലേക്ക് വരികയാണ്. പറഞ്ഞത് അതായത് ആരോഗ്യ മേഖലയിൽ ബാംഗ്ലൂരിലെ ഒരു പദ്ധതി തൃശ്ശൂരിൽ കൊണ്ടുവരും. തീർച്ചയായും വ്യക്തമാണ്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും 3 പേർക്കും സംസാരിക്കാനുള്ള അവസരത്തിൽ വന്നതിന് ശേഷം നമ്മളിത് വൈൻഡപ്പ് ചെയ്യണം. അതുകൊണ്ടാണ് അഡ്വക്കേറ്റ് അനീഷ് ഞാൻ വരും താങ്കളുടെ അവസരത്തിൽ വരും. അതായത് അഡ്വക്കേറ്റ് അനീഷ് ഒരൊറ്റ കാര്യം, അതായത് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ നടപ്പാക്കുന്ന
അല്ല, പ്രകടന പത്രികയിൽ നിങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നത് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ നടപ്പാക്കാൻ കഴിയില്ല എന്ന് BJP പറഞ്ഞതാണ്. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറഞ്ഞതാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല ഇത് നിതിൻ ഗഡ്കരി അടക്കമുള്ള ആളുകൾ ഇതേ വിഷയം ആവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രകടന പത്രികയോട് ആത്മാർത്ഥതയില്ല BJPക്ക് എന്നുള്ളത് ഒരു കൃത്യമായ ആരോപണമാണ്. അതിനെന്താണ് മറുപടി? അതോടൊപ്പം ഇവിടെ സുരേഷ് ഗോപി വിജയിച്ചാൽ വളരെ വേഗത്തിൽ സുരേഷ് ഗോപിയുടെ വിജയ പ്രതീക്ഷയെ നിങ്ങൾ എങ്ങനെയാണ് ഉയർത്തിക്കാട്ടുന്നത്? വിജയിച്ചാൽ ഒറ്റ പദ്ധതി, നേരിട്ട് ആദ്യത്തെ പദ്ധതി എന്തായിരിക്കുമെന്ന് കൂടി പറഞ്ഞ് നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. അല്ല, പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിൽ വോട്ട് ചോദിക്കുന്ന പാർട്ടിയാണ് BJP. വളരെ കൃത്യമായി 2014 തന്നെ നരേന്ദ്രമോദിജി പാർലമെന്റിലെ പ്രസംഗത്തിൽ പറഞ്ഞു, 2019 എന്റെ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ടായിരിക്കും ഞാൻ ജനങ്ങളെ അഭിമുഖീകരിക്കുക. അദ്ദേഹം ആദ്യം നൽകിയ വാഗ്ദാനം, ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും വരെ അഴിമതി നടക്കുന്ന രാജ്യമായിരുന്നു ഭാരതം. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ തിന്നുകയുമില്ല, തിന്നാൻ അനുവദിക്കുകയുമില്ല. റാഫാലിൽ 1 രൂപയുടെ അഴിമതി ഉണ്ടെന്ന് ഏതെങ്കിലും കോടതി പറഞ്ഞോ? CAG പറഞ്ഞോ? 1 രൂപയുടെ അഴിമതി നടന്നു കോടതി പറഞ്ഞോ? കോടതി പറഞ്ഞോ? അഴിമതി കോടതി പറഞ്ഞിട്ടില്ല. കോടതി അഴിമതി രഹിത രാജ്യമായിട്ട് ഭാരതത്തെ മാറ്റി. രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ ശക്തമായിട്ടുള്ള തീരുമാനങ്ങളായിട്ട് സർക്കാർ പോകുന്നു. UPA ഭരിക്കുന്ന സമയത്ത് 176 പേരെ മുംബൈയിൽ വെടിവെച്ച് കൊന്ന സമയത്ത് UPA സർക്കാർ പറഞ്ഞത് മുട്ടുകുത്തി നിന്നും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാനാണ്. പക്ഷേ പുൽവാമയിൽ ആക്രമണം ഉണ്ടായ സമയത്ത്, ഡോക്കലാമിൽ പ്രശ്നമുണ്ടായ സമയത്ത് സൈന്യത്തിന് ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ തയ്യാറായ സർക്കാരാണ്. ഇനി പദ്ധതികൾ ഇനി 60 വർഷക്കാലം കോൺഗ്രസ് ഭരിച്ച ഈ രാജ്യത്ത് 60% ആളുകൾക്ക് കക്കൂസ് ഉണ്ടായിരുന്നില്ല ഈ രാജ്യത്ത്. ഇന്ന് നരേന്ദ്രമോദി 5 കൊല്ലം ഭരിക്കുന്ന സമയത്ത് 99.9% ആളുകൾക്ക് കക്കൂസുണ്ട്. 15 കോടി ആളുകൾക്ക് മുദ്രാലോൺ. പ്രകടന പത്രികയെ കുറിച്ച് പ്രകടന പത്രികയിൽ ഓരോ പ്രകടന പത്രികയിലും പറയും ശ്രീരാമക്ഷേത്രം. എവിടെ ശ്രീരാമക്ഷേത്രം? പ്രകടന പത്രിക കീറിക്കളയും. കാരണം ഓരോ പ്രാവശ്യം ഒരു കല്ല് വെച്ചില്ല, ഒരു കല്ല് പോലും ശ്രീരാമക്ഷേത്രത്തിന്റെ പേരിൽ ആളുകളുടെ വോട്ട് പിടിക്കാൻ, ഹിന്ദുക്കളെ ജാതി ഭ്രാന്തിന്റെ പേരിൽ വോട്ട് പിടിക്കാൻ വേണ്ടി ഒരു കല്ല് വെച്ചിട്ടില്ല. അഴിമതിയുടെ കാര്യത്തില് പറഞ്ഞോളൂ, ഇതാ എടുക്കുന്നത്. അഴിമതി അതെ, അല്ല അവര് നിർത്താൻ നോക്കണ്ട. പറഞ്ഞ അഴിമതിയുടെ കാര്യത്തില് സുഹൃത്ത്, അഴിമതിയുടെ കാര്യത്തില് ഒരു കഥയാണ്. ഈ കോൺഗ്രസിന്റെ അഴിമതിയും BJPയുടെ അഴിമതിയും ഒക്കെ കാണുന്ന സന്ദർഭത്തിൽ ഒരു ഇന്ത്യയിലെ സാധാരണ ജനത്തിന് തോന്നുന്നത് പണ്ട് പള്ളിയിലെ മൊല്ലാക്ക് പറഞ്ഞ പോലെയാ. ചെക്കൻ നിന്നും മൂത്രമൊഴിക്കുന്ന കാര്യം പറയാൻ ചെന്നപ്പോൾ വാപ്പ നടന്നു മുള്ളണ കണ്ടു എന്ന് പറഞ്ഞ പോലെയാണ് ഈ കോൺഗ്രസിന്റെ കാര്യം ഇതിൽ പറഞ്ഞപ്പോ. ഈ മണ്ഡലം ദേശീയ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നു. വളരെ കൃത്യമായിരുന്നു. ഇതുവരെ നമ്മൾ ചർച്ച കേട്ടതാണ്. എല്ലാ ദേശീയ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നു, പ്രാദേശികമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു, പൂരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, ശബരിമലയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. 3 മികച്ച സ്ഥാനാർത്ഥികൾ ഇവിടെ മത്സരിക്കുന്നു. ആരായിരിക്കും വിജയിക്കുക എന്നത് തീർച്ചയായും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ശക്തമായ ത്രികോണ മത്സരമാണ് ഇവിടെ നടക്കുന്നത് എന്ന പ്രതീതി നമുക്ക് ഈ ചർച്ചയിൽ തന്നെ വ്യക്തമായിട്ടുണ്ട്. കാത്തിരുന്ന് കാണാം ആരാണ് വിജയിക്കുന്നതെന്ന്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.